അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് പോരിശയാക്കപ്പെട്ട ബറാഅത്ത് രാവുണ്ടല്ലോ. ബറാഅത്ത് രാവ് എന്താണ്, അതുപോലെ ബറാഅത്ത് രാവിൽ നമ്മൾ ഏതൊക്കെ സൂറത്താണ് കൂടുതലായിട്ട് ഓതേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും വിജയത്തിലെത്താൻ വേണ്ടിയും പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യങ്ങൾ ചൊരിയാൻ വേണ്ടിയും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടിയും നമുക്ക് ഒരു അവസരമാണ് ബറാഅത്ത് രാവ്. ഒരുപാട് രാത്രികളിൽ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ്. നമുക്ക് അഞ്ചോ ഏഴോ രാവുകളുണ്ട്. ബറാഅത്ത് രാവ് പോലെയുള്ള റജബ് 27, ഷഹബാൻ 15, അതുപോലെ ലൈലത്തുൽ ഖദർ, ചെറിയ പെരുന്നാളിൻ്റെ രാവുകൾ, വലിയ പെരുന്നാളിൻ്റെ രാവുകൾ, ഇവയൊക്കെ നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ്. അവയിൽ പെട്ട ഒരു രാവാണ് നമ്മുടെ ബറാഅത്ത് രാവ്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള പടച്ച റബ്ബ് നമുക്ക് ദുആയ്ക്ക് ഉത്തരം തരുന്ന ഒരു രാവാണ്. ഈ ഒരു രാവിൻ്റെ പ്രത്യേകതയും ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയും നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ധാരാളം നമ്മൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു മാസത്തിലാണ് അള്ളാഹു നമുക്ക് കൽപ്പന തന്നത്. അതുപോലെ നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമാണ് ഈ ഒരു മാസം, ഷഹബാൻ മാസം. ഷഹബാൻ 15 രാവിലാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ബറാഅത്ത് രാവിലെ നമ്മൾ ചെയ്യേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ബറാഅത്ത് രാവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ബറാഅത്ത് രാവിലെ എന്താണ് പ്രത്യേകത, കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ മുത്ത് ഹബീബ് മറുപടി കൊടുത്തത്, നമ്മൾ ബറാഅത്ത് രാവിന് ഒരുപാട് ദുആ ചെയ്യണം. പടച്ച റബ്ബിനോട് ദുആ ചെയ്യാനായിട്ട് നമ്മൾ ഈ രാവുകൾ മാറ്റി വെക്കണം. ഉറങ്ങാതെ ദുആ ചെയ്യണം. നമുക്ക് തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കുകയും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം ആരും പാഴാക്കി കളയരുത്. ബറാഅത്ത് രാവിലെ നമ്മളെല്ലാവരും പണ്ട് മുതലേ 3 യാസീൻ ഓതുമല്ലോ. ഒന്ന് നമുക്ക് ആയുസ്സിന് വേണ്ടിയും, ഒന്ന് ഭക്ഷണ വിശാലതയ്ക്കും, ഒന്ന് മരിച്ചവർക്ക് വേണ്ടിയും നമ്മൾ യാസീൻ ഓതുമല്ലോ. അതുപോലെ നമ്മൾ ബറാഅത്ത് രാവിലെ നല്ല നിയ്യത്തോടു കൂടി, നല്ല ഇഖ്ലാസോടു കൂടി നമ്മൾ 3 യാസീൻ ഓതുക. കൂടെ നമ്മൾ ദുഹാൻ സൂറത്തും ഓതുക. ഒരുപാട് സുന്നത്തും നമുക്ക് ഒരുപാട് ദുആയ്ക്ക് ഉത്തരം കിട്ടാനും ഒരുപാട് ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് ദുഹാൻ സൂറത്ത്. ബറാഅത്ത് രാവിനെ നമ്മൾ ഓതൽ ധാരാളം ദിക്റുകൾ ചൊല്ലുകയും ചെയ്യുക. ബറാഅത്ത് രാവിലെ യാ ഹയ്യു യാ ഖയ്യൂമു എന്ന് 313 വട്ടം ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്റ് നമ്മൾ ഒരിരുത്തത്തിൽ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ആ മുസല്ലക്ക് മുന്നിൽ തന്നെ നമ്മൾ ദുആ ചെയ്യുക. ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.